പശ്ചിമേഷ്യൻ സംഘർഷം സമാധാനത്തിന്റെ പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ തുറന്നുവെച്ച ആ സംഘർഷം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ അവസാനിപ്പിക്കുന്ന ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലുമായി ഇപ്പോൾ അമേരിക്ക അല്പമൊന്ന് ഇടഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രംപിന് ഇപ്പോൾ കടുത്ത അമർഷമാണ് ഇസ്രയേലിനോട് ഉള്ളത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് കാരണം താനാണ് എന്ന ശക്തമായ അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് വിചിത്രമായി. യുണൈറ്റഡ് സ്റ്റേറ്റും താനുമില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഈ ആഴ്ച ഒപ്പുവെക്കാനിരിക്കെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ചൊല്ലി ഇരു നേതാക്കളും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇത്തരമൊരു പരാമർശം നിർണായകമായ വേദിയിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയില്ലെങ്കിൽ ഇസ്രയേൽ ഉണ്ടാകുമായിരുന്നില്ല, ഞാനില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഞാൻ ചെയ്തതുപോലെ ഇറാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മറ്റൊരു പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തായിരുന്നു. US ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അത് ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നെതന്യാഹുവുമായി വ്യക്തിപരമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. എങ്കിലും ലബനനിലെ ആക്രമണങ്ങളുടെ കാര്യത്തിൽ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ നീണ്ടുപോകുന്നതിലും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹിസ്ബുള്ളക്കാരനെ തിരയാൻ വേണ്ടി സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഴുവനായി തകർക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ലെങ്കിൽ ആ ചുമതല സിറിയയെ ഏൽപ്പിക്കണമെന്ന വേറിട്ടൊരു നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനെ ഖത്തർ അമീർ സ്വാഗതം ചെയ്യുകയും ഇത് ഗൾഫ് മേഖലയിൽ നല്ലൊരു മാറ്റത്തിന് കാരണമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാനുമായുള്ള US-ന്റെ ചർച്ചകളിൽ നെതന്യാഹുവും ഇസ്രയേൽ ഭരണകൂടവും കടുത്ത അമർഷത്തിലാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്.